ഇടവകകളുടെ ചുമതല ഒഴിയാത്തതിനെ തുടർന്ന് 4 വിമത വൈദികർക്കെതിരെ കടുത്ത നടപടി. ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളിനെ വൈദിക വൃത്തിയിൽ നിന്ന് വിലക്കി. ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെയും വിലക്കി. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇടവകകളുടെ ചുമതല ഒഴിയാത്തതിനെ തുടർന്ന് 4 വിമത വൈദികർക്കെതിരെ കടുത്ത നടപടി. കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് 4 വിമത വൈദികർക്കെതിരെ നടപടി എടുക്കുന്നതായി ചൂണ്ടിക്കാട്ടി എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിൻ്റെതായി പ്രസ്താവന പുറത്തു വന്നത്. അതിൽ തന്നെ വൈദികരെ കുർബാന അർപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. ഒപ്പം തന്നെ ചില വൈദികരോട് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ഇവർ കൈക്കൊള്ളാതെ ഇല്ലെങ്കിൽ അംഗീകരിക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടിയുമായി ഇപ്പോൾ അങ്കമാലി അതിരൂപത സഭാ നേതൃത്വം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ നേരത്തെ നടപടിയെടുത്തതിന് പിന്നാലെ വൈദിക സമിതിയുടെ എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ദിനത്തിൽ നിൽപ്പ് സമരം അടക്കം നടത്തിയിരുന്നു. ഇതുപോലെയുള്ള സഭാ നേതൃത്വത്തിന്റെ നടപടികൾ ഒന്നും അംഗീകരിക്കില്ല, അനീതിയാണ് ചെയ്യുന്നത്, അരമനയിൽ ഗുണ്ട വാഴ്ചയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നിൽപ്പ് സമരത്തിലേക്ക് ക്രിസ്മസ് ദിനത്തിൽ ഇവർ പോയിരുന്നു. ഇതിന് അൽമായ മുന്നേറ്റത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ കടുത്ത നടപടിയുമായി സഭാ നേതൃത്വം മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ വർഗീസ് മണവാളനെ വൈദിക വൃത്തിയിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ എറണാകുളം ബസിലിക്ക, അതുപോലെ തന്നെ തൃപ്പൂണിത്തറ, പാലാരിവട്ടം, മാതാനഗർ തുടങ്ങിയ ഇടവകളുടെ ചുമതല ഏറ്റിരുന്ന വൈദികന്മാരായിരുന്നു. ഇവർ ഈ ചുമതല ഒഴിയാകാൻ, നേരത്തെയുള്ള നിർദ്ദേശം അനുസരിച്ച് ഇവർ ചുമതല ഒഴിയാകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നടപടി നേരിട്ട 4 വൈദികർക്കും കുമ്പസാര വിലക്കും സഭാ നേതൃത്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 വിമത വൈദികരോടും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനും മാർ ബോസ്കോ പുത്തൂർ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പരസ്യ കുർബാന അർപ്പിക്കാൻ പാടില്ലെന്നും കൽപ്പന നൽകിയിട്ടുണ്ട് മാർ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ. ഇതിനു പുറമെ നേരത്തെ നടപടിയെടുത്ത് വീണ്ടും നടപടിയെടുത്ത ഈ വൈദികരുടെ മേൽ ചില നിയമ നടപടികൾ ആരംഭിച്ചിരുന്നു. അതിനായി പ്രത്യേക ഒരു ട്രൈബ്യൂണൽ തന്നെ രൂപീകരിച്ചിരുന്നു. ആ ട്രൈബ്യൂണലിലേക്ക് ഇവരുടെ നിയമ നടപടികൾ റെഫർ ചെയ്തതായും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പ്രസ്താവനയിൽ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സഭാ നേതൃത്വം നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്നു. 2017 ആരംഭിച്ചതാണ് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം. ആ തർക്കം പലവട്ടം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ഇരുകൂട്ടരും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇപ്പോൾ സഭ ഒരു വലിയ തർക്കത്തിലേക്ക് നീങ്ങുന്നത്. ഇടവകളുടെ ചുമതല ഒഴിയാത്തതിനെ തുടർന്ന് 4 വിമത വൈദികർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ബീന റാണി.